അമ്മ എന്ന താരസംഘടനയിൽ വീണ്ടും അതിരൂക്ഷമായ പൊട്ടിത്തെറികൾ ആരംഭിച്ചിരിക്കുകയാണ്. ഈ കുറി അൻസിബ ഹസൻ ടിനി ടോമിനെതിരെ വളരെ ഗുരുതരമായ ചില ആരോപണങ്ങളുമായിട്ടാണ് രംഗത്തെത്തിയിരിക്കുന്നത്. അൻസിബയ്ക്ക് പലരുമായും അവിഹിത ബന്ധമുണ്ട് എന്ന് ടിനി ടോം പലരോടും പറഞ്ഞു. അതുമാത്രവുമല്ല, അയാളുടെ ഡ്രൈവറെ മതപരിവർത്തനം നടത്തുവാൻ ശ്രമിച്ചു. അൻസിബ ജിഹാദിയാണ് എന്നും അയാൾ സംസാരിച്ചു. ടിനി ടോമിനെതിരെ ഈ പറയപ്പെട്ട ആരോപണങ്ങളൊന്നും താൻ നേരിട്ട് കേട്ട കാര്യങ്ങളല്ല. പകരം അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ഒരംഗമായ നീന കുറുപ്പ് ടിനി ടോം ഇത് പറയുന്നത് കേട്ടു എന്ന രീതിയിൽ അൻസിബയോട് പറഞ്ഞു എന്നുള്ളതാണ് അൻസിബ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്നു പറഞ്ഞിരിക്കുന്നത്. താരസംഘടനയായ അമ്മ എക്സിക്യൂട്ടീവിൽ നിന്നും രാജിവെച്ചതിനു പിന്നാലെ ചലച്ചിത്ര താരം ടിനി ടോമിനെതിരെ തുറന്നടിച്ചു നടി അൻസിബ ഹസൻ. ടിനി തനിക്കെതിരെ അവിഹിത കഥകൾ പടച്ചുവിടുകയാണെന്ന് അൻസിബ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ആരോട് സംസാരിച്ചാലും അവരെ ചേർത്ത് ടിനി ടോം ലൈംഗിക ചുവയോടെ സംസാരിക്കും. തന്നെ മത തീവ്രവാദിയാക്കാൻ ടിനി നിരന്തരം ശ്രമം നടത്തി. താൻ മതപരിവർത്തനത്തിന് ശ്രമിക്കുന്നതായി ടിനി പറഞ്ഞു പരത്തിയെന്നും അൻസിബ പറഞ്ഞു. ഞാന് രാജിവെക്കാൻ കാരണം ടിനി ടോമേട്ടനാണ്. അദ്ദേഹം കുറെ നാളായി എന്നെ പറ്റി അപവാദം പറഞ്ഞു നടക്കുന്നത് ഞാൻ അറിയുന്നുണ്ട്. എന്നോട് ഡയറക്റ്റ് പറഞ്ഞിട്ടില്ലെങ്കിലും മറ്റു പലരോടും പറഞ്ഞു എന്നുള്ള രീതിയിൽ ഞാൻ അറിയുന്നുണ്ട്. അപ്പൊ ഒരു സംഘടനയാവുമ്പോൾ നമുക്ക് എക്സിക്യൂട്ടീവ് മീറ്റിങ്ങുകൾ ഉണ്ടാവും. പല കാര്യങ്ങളിലും എതിരഭിപ്രായം ഉണ്ടാവും, സമാഭിപ്രായം ഉണ്ടാവും. അപ്പൊ അഭിപ്രായ വ്യത്യാസങ്ങൾ വ്യക്തി വൈരാഗ്യമായിട്ട് എടുക്കുന്നത് എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് അറപ്പാണ് തോന്നിയത്. ഇങ്ങനെയൊക്കെ ചിന്തിച്ച് മറ്റുള്ളവരോട് പറഞ്ഞു വരുത്താൻ താല്പര്യമുള്ള ആളുടെയൊക്കെ കൂടെ എങ്ങനെ കമ്മിറ്റിയിലിരിക്കും? ഞാൻ മത തീവ്രവാദിയാണ് അത്ര. ഞാൻ ഇസ്ലാമിലേക്ക് ആളുകളെ കൺവേർട്ട് ചെയ്യുന്നുണ്ട് അത്ര. എന്നിട്ട് 2 വ്യക്തികളുടെ പേരും കൂടെ പറഞ്ഞു കൊടുത്തിരിക്കുന്നു. എത്രമാത്രം എനിക്ക് വേദന ഉണ്ടാക്കി എന്നുള്ളത് ചിന്തിക്കണില്ല. അത് എന്നോട് ഡയറക്റ്റ് അല്ല പറഞ്ഞത്. ഈ പറഞ്ഞതുപോലെ മറ്റ് അംഗങ്ങളുടെ മുന്നിൽ വെച്ചിട്ടാണ് പറഞ്ഞത്. അത് നീന കുറുപ്പേച്ചി കേട്ടിട്ടുണ്ട്. ചേച്ചിയാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. എനിക്ക് പേടിയുണ്ടായിരുന്നു എന്റെ തൊഴിലിനെ ബാധിക്കൂ എന്നുള്ളത്. കാരണം ഇങ്ങനെയൊക്കെ പറയുമ്പോ ഇത് മാധ്യമങ്ങളിൽ വരികയും അത് കഴിഞ്ഞിട്ട് അത് എനിക്ക് വർക്കുകൾ കുറവാണ്. ഞാൻ ഉള്ള വർക്ക് വെച്ച് സർവൈവ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ എന്റെ വർക്കിനെ ബാധിക്കുകയോ അതെങ്ങനെയാണ് വരികയെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പോഴും ഞാൻ പല ആളുകളിൽ നിന്നും ഇതൊക്കെ കേൾക്കുമ്പോ എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ വാർത്ത പുറത്തു വന്നു ചില മണിക്കൂറുകൾക്കുള്ളിൽ ഈ ആരോപണങ്ങളെല്ലാം പാടെ നിഷേധിച്ചുകൊണ്ട് ടിനി ടോം രംഗത്തെത്തി. അദ്ദേഹം പറയുന്നത് അൻസിബ പറഞ്ഞതെല്ലാം ശുദ്ധ അസംബന്ധങ്ങളാണ്. അങ്ങനെയുള്ള പ്രസ്താവനകളൊന്നും താൻ ഒരിക്കലും നടത്തില്ല. അമ്മയിൽ ഇതുവരെയും തനിക്കെതിരായി ഇത്തരത്തിലുള്ള കംപ്ലൈന്റുകൾ ആരും പറഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ അമ്മയിൽ 10 വർഷമായി എക്സിക്യൂട്ടീവ് മെമ്പറായിട്ട്. ഈ ബിൽഡിംഗ് പണിയുന്നത് മുതൽ കൂടെ നിൽക്കുന്നതാണ്. ഇതുവരെയായിട്ടും എന്റെ പേരിൽ ഒരു ആരോപണം ഒരു മെമ്പറോ ആരോപിച്ചിട്ടില്ല. ഇതുവരെയായിട്ടും എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഏതെങ്കിലും നമ്മുടെ ഇവിടുത്തെ കമ്മിറ്റി മെമ്പേഴ്സിനോട് ചോദിക്കരുത്, സാധാരണ മെമ്പേഴ്സിനോട് ഇവിടുത്തെ ഇൻഫോർമേഷൻസ് കൊടുക്കുന്നതല്ലാതെ ഒരു മോശമായ മെസ്സേജോ ഒരു മോശമായിട്ടുള്ള പ്രവർത്തനം എന്റെ കയ്യിൽ ഉണ്ടായിട്ടില്ല. ഇതിപ്പോ ഈ രാജി കത്ത് കൊടുത്തത് ഫെബ്രുവരി 21-ാം തീയതിയാണ് മെയിൽ വന്നത്. പക്ഷെ 22-ാം തീയതി തിരിച്ചയച്ചിട്ടുണ്ട്. ഇപ്പൊ രാജിവെക്കരുത്, GS ഇവിടുത്തെ ജനറൽ സെക്രട്ടറി തിരിച്ചയച്ചിട്ടുണ്ട്. രാജിവെക്കരുത്, ജനറൽ ബോഡി വരെ കൊണ്ടുപോകണമെന്നും പറഞ്ഞ് പുള്ളിക്കാരി അയച്ചത് ഡെലിറ്റ് ചെയ്തു. അതിനുശേഷം മാർച്ച് 2-ന് ഞങ്ങളുടെ EC മീറ്റിംഗിലും ഇത് പറഞ്ഞിട്ടില്ല രാജിവെച്ചു എന്നുള്ളത്. പിന്നെ മെയ് 12-നാണ് EC മീറ്റിംഗിൽ ഇങ്ങനെ രാജിവെച്ചു എന്നുള്ളൊരു കാര്യം അറിഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് സ്പീക്കറിലിട്ടു. എന്നിട്ട് ഈ കുട്ടിയോട് ചോദിച്ചു എന്താ രാജിവെക്കാൻ കാരണം എന്ന് ചോദിച്ചപ്പോ എന്റെ സ്വന്തമായിട്ടുള്ള എന്തുണ്ടെങ്കിലും തുറന്നു പറയണമെന്ന് പറഞ്ഞു. സ്വന്തമായിട്ടുള്ള തിരക്കുകൾ കാരണമാണ്, അല്ലാതെ വേറൊന്നുമല്ല. നമ്മുടെ സെക്രട്ടറിയും നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഇരിക്കുന്ന സ്ഥലത്ത് പേഴ്സണലായിട്ട് ചോദിച്ചിട്ട് ഒന്നുമില്ല, എന്റെ പേഴ്സണൽ തിരക്കുകളും കാരണമാണെന്നാണ് പറഞ്ഞത്. അതിനുശേഷം പെട്ടെന്ന് ഇന്ന് ക്യാമ്പ് കിടക്കായിരുന്നു, മെഡിക്കൽ ക്യാമ്പ് കിടക്കായിരുന്നു. അപ്പോഴാണ് പെട്ടെന്നൊരു പെട്ടിത്തെറി പോലെ. ഞാനിവിടെ സജീവമായിട്ട് ഞാൻ പ്രവർത്തിക്കുന്നവനാണ്, പ്രസംഗിക്കുന്നവരല്ല. നിങ്ങളുടെ മുന്നിൽ ഇതുവരെയായിട്ട് ഞാൻ വന്നിട്ടില്ലല്ലോ. അമ്മയുടെ കാര്യമായിട്ട് ഞാൻ ഒരു ഇതിന് വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ക്ലാരിഫിക്കേഷൻ തരുന്നത്. നമ്മൾ എക്സിബിഷനിസ്റ്റും അല്ല, ഞാൻ പ്രവർത്തിക്കുന്നവനാണ്. അപ്പൊ പ്രവർത്തിക്കുന്നവരെ എന്തോ തകർക്കാനുള്ള ഒരു ഗൂഢാലോചന നടത്തുന്നത്. ഈ വീഡിയോ ക്ലിപ്പ് കാണുമ്പോൾ ടിനി ടോമിന്റെ മുഖത്ത് വല്ലാത്തൊരു പരിഭ്രമമുണ്ട്. സ്വതസിദ്ധമായ ശൈലിയിൽ നിന്നും ഒരല്പം വ്യതിചലിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തിനാണ് സർ ഇത്രയും അധികം പരിഭ്രമിക്കുന്നത്? വസ്തുതാവിരുദ്ധമായ ഒരു കാര്യം പറയുമ്പോൾ അതിനെ സമചിത്തതയോടുകൂടി നേരിടുകയാണല്ലോ വേണ്ടത്. അപ്പം ഇത്തിരി പരിഭ്രമം കുറയ്ക്കാം. എന്തായാലും അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്നും അൻസിബ ഹസൻ രാജിവെച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത കുറച്ചു നാളുകൾക്ക് മുമ്പ് നമ്മൾ കേട്ടതാണ്. പക്ഷേ അതിന്റെ കാരണം ഇതുവരെയും പുറത്തു വന്നിരുന്നില്ല. ശ്വേതാ മേനോൻ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നത് വ്യക്തിപരമായ തിരക്കുകൾ കൊണ്ട് താൻ രാജിവെച്ചു എന്നുള്ളതായിരുന്നു. എന്നാൽ ഇപ്പോഴാണ് കാര്യം മനസ്സിലായത്. ഒരു തരത്തിലും ആ കമ്മിറ്റിക്കുള്ളിൽ ഇരിക്കുവാനും ജോലി ചെയ്ത് മുൻപോട്ട് പോകാനും പറ്റില്ല. അത്തരത്തിലുള്ള ആക്രമണങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ എന്തായിരിക്കും അൻസിബയ്ക്കെതിരെ അങ്ങനെ ഒരു ആക്രമണം നടക്കുവാനുള്ള കാരണം?
അതിനുള്ള മറുപടിയും അൻസിബ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. കമ്മിറ്റിയിൽ ഉള്ള കാര്യം മുഖത്ത് നോക്കി താൻ പറയാറുണ്ട്. മിക്കവാറും ടിനി ടോം പറയുന്ന അഭിപ്രായങ്ങളോടൊന്നും യോജിക്കുവാൻ അൻസിബയ്ക്ക് കഴിയാറില്ല. അതിനെതിരായി അവർ അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അത് വളരെ കൃത്യമായൊരു കാര്യം തന്നെയാണ് കേട്ടോ. അൻസിബ ഹസനെ കൂടുതലായി നമ്മൾ അടുത്തറിയുന്നത് ബിഗ് ബോസിലെത്തിയതിനു ശേഷമാണ്. അവിടെ വെച്ചും തനിക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ, വിയോജിപ്പുകൾ, അത് ഏത് വലിയ പുള്ളിയാണെന്ന് പറഞ്ഞാലും അവരുടെ മുഖത്ത് നോക്കി കൂസലില്ലാതെ അൻസിബ പറഞ്ഞിട്ടുണ്ട്. അൻസിബയുടെ നിലപാടുകളോടെല്ലാം ഒന്നും നമുക്ക് യോജിക്കാൻ കഴിഞ്ഞില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ബിഗ് ബോസിന്റെ റിവ്യൂവുകൾ പറയുന്ന സമയത്ത് നഖശിഖാന്തം അൻസിബയെ എതിർത്തിട്ടുള്ളൊരു ചാനലാണ് നമ്മുടേത്. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, തനിക്ക് തെറ്റി എന്ന് തോന്നുന്ന കാര്യം താൻ വളരെ കൃത്യമായി തുറന്നു പറയും. അത് എത്ര വലിയ ആളെക്കുറിച്ചാണെങ്കിലും താൻ പറയും. ഇവിടെ ഈ സംഘടനയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് താൻ വന്നതിന് ശേഷം തനിക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ പലതും താൻ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഉത്തരവാദിത്തപ്പെട്ടവരോട്. പക്ഷേ അവിടെ യാതൊരു തരത്തിലുള്ള നടപടികളും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മാധ്യമങ്ങളുടെ മുൻപിൽ വന്ന് ഈ തുറന്നു പറച്ചിൽ നടത്തുവാൻ അൻസിബ തയ്യാറായത്. ഈ ഒരു വിഷയത്തെ നാം ശ്രദ്ധിക്കുമ്പോൾ വെളിപ്പെട്ടു വരുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. അതായത് ഒരു വ്യക്തിക്ക് നീതി നിഷേധിക്കപ്പെടുമ്പോൾ സംഘടനകൾ കൈക്കൊള്ളുന്ന ഇരട്ടത്താപ്പും പരസ്പര വിരുദ്ധമായ നിലപാടുകളും പൊതുസമൂഹത്തിൽ വലിയ ചർച്ചയ്ക്ക് വഴിവെക്കുന്ന രീതിയിലുള്ള നടപടിക്രമങ്ങളും പക്വതയില്ലാത്ത നിരുത്തരവാദിത്വപരമായ സംഭാഷണങ്ങളും ഇതൊക്കെ വ്യക്തികൾക്കും സംഘടനകൾക്കും ഏൽപ്പിക്കുന്ന പരിക്ക് അതെത്ര വലുതാണ് എന്നുള്ളതാണ്. ഒരു വശത്ത് വലിയ താരപ്പകിട്ടും ഉന്നതമാകുന്ന ജനപ്രീതിയും, മറുവശത്ത് ആ പകിട്ടിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ചതിയുടെയും മാറ്റി നിർത്തലിന്റെയും ഒക്കെ കഥകൾ. ഇതൊക്കെ കാണുമ്പോൾ ഈ സിനിമാ മോഹവുമായി നടക്കുന്ന പുതിയ തലമുറയുടെ മാനസികാവസ്ഥ അതൊന്ന് ഓർത്തു നോക്കിക്കേ. ഇവിടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ഒരു വനിതാ അംഗം സ്വന്തം സഹപ്രവർത്തകനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചാണ് രംഗത്തെത്തിയിരിക്കുന്നത്. തനിക്കെതിരെ വർഗീയ അധിക്ഷേപവും വ്യക്തിഹത്യയും നടത്തി എന്നാണ് ആ പെൺകുട്ടി പറയുന്നത്. എന്നാൽ അതിനേക്കാൾ നമ്മളെ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം ഈ വിഷയത്തിൽ സംഘടനയും അതിലെ ചില അംഗങ്ങളും സ്വീകരിച്ചിരിക്കുന്ന വിചിത്രമായ നിലപാടുകളാണ്. അൻസിബ ഹസൻ അമ്മ എന്ന സംഘടനയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള ഒരു വ്യക്തിയാണ്. അവരിപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് അതേ കമ്മിറ്റിയിലെ മറ്റൊരു സ്വാധീനമുള്ള പുരുഷ താരത്തിനെതിരെയാണ്. അൻസിബ ഉന്നയിച്ച ആരോപണങ്ങൾ അത് സാധാരണ രീതിയിലുള്ള ഒന്നല്ല. വളരെ വ്യക്തിപരവും അതിലുപരി അപകടകരമായ രീതിയിൽ വർഗീയത കലർന്നതുമാണ്. താനൊരു മുസ്ലിം ആയതുകൊണ്ട് തന്നെ ജിഹാദി എന്ന് വിളിച്ചു, മതപരിവർത്തനത്തിന് ശ്രമിക്കുന്നു എന്നാരോപിച്ചു, വ്യക്തിഹത്യ നടത്തി, പലരുമായും തനിക്ക് അവിഹിത ബന്ധമുണ്ട് എന്ന് പ്രചരിപ്പിച്ചു. ഇതൊക്കെയാണ് ആ നടി മാധ്യമങ്ങളുടെ മുമ്പിൽ തുറന്നു പറഞ്ഞത്. ഒരു ജനാധിപത്യ രാജ്യത്ത് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ സംഘടനയ്ക്കുള്ളിൽ ഒരു സ്ത്രീക്ക് നേരെ ഉയരുവാൻ പാടില്ലാത്ത അത്രയും വംശീയവും വ്യക്തിപരവുമായിട്ടുള്ള അധിക്ഷേപങ്ങളാണ് ഇവിടെ നടന്നിരിക്കുന്നത്. എന്നാൽ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആരോപണ വിധേയനായ പുരുഷ താരം അല്ലെങ്കിൽ ടിനി ടോം അത് പൂർണ്ണമായും നിഷേധിച്ചു. താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. ശരി, ആരോപണങ്ങൾ സത്യമാണോ കള്ളമാണോ എന്ന് തെളിയേണ്ടത് അത് അന്വേഷണങ്ങളിൽ കൂടിയാണ്. പക്ഷേ അതിനുശേഷമുണ്ടായ പ്രതികരണങ്ങളാണ് ഈ സംഘടനയുടെ യഥാർത്ഥ സ്വഭാവവും മുഖവും എന്താണ് എന്നുള്ളത് പുറം ലോകത്തിന്റെ മുമ്പിൽ വെളിപ്പെടുത്തുന്നത്. ടിനി ടോം ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ആരോപണ വിധേയനായ ആളെ പിന്തുണച്ചുകൊണ്ട് സംഘടനയിലെ മറ്റൊരു മുതിർന്ന നടി രംഗത്തെത്തി, പ്രിയങ്ക. എന്തായിരുന്നു പ്രിയങ്കയുടെ വാദം? ഒന്ന് കേട്ടു നോക്കി. നമ്മളിപ്പോൾ ഇവിടെ വന്നത് അമ്മ അസോസിയേഷനിലെ ഒരു നല്ല കാര്യത്തിന് വേണ്ടി വന്നതാണ്. ഞങ്ങൾക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യുന്ന ഒരാളാണ് ടിനി. ഇത്ര നാളുകൊണ്ടും അമ്മ വന്ന അന്ന് മുതൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് വേണ്ടി, അംഗങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു സമയത്താണ് ഇങ്ങനെ ഒരു ന്യൂസ് കണ്ടത് തന്നെ. അങ്ങനെ ഒരു ന്യൂസിന്റെ അടിസ്ഥാനം ഞങ്ങൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അമ്മ എന്ന് പറഞ്ഞ അസോസിയേഷനിൽ തീർക്കാവുന്ന അമ്മയെ തീർക്കണം. ഇതുപോലെ മാധ്യമങ്ങളുടെ ഇടയിലും പോയി പറയാനാണ് ഞങ്ങൾക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. ഞങ്ങൾ അതൊന്നും പറയാൻ തീരുമാനിച്ച ആൾക്കാരല്ല. ടിനിയെ കുറിച്ച്, ടിനി എൻ്റെ ഒരു സഹപ്രവർത്തകനാണ്, എൻ്റെ ഹസ്ബൻഡിൻ്റെയും കൂടെ സഹപ്രവർത്തകനാണ്, ഒരുപാട് വർഷം കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇന്ന് വരെ ഞങ്ങൾ ലേഡീസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കെതിരെ ഒരു അംശം പോലും ടിനിയുടെ അടുത്ത് ഞങ്ങൾക്കൊരു വൃത്തികേടായിട്ടോ സംസാര രീതിയിലോ ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ പ്രോഗ്രാമൊക്കെ ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാം ഉണ്ടാവും, അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. അല്ലാതെ ഇതുപോലെ ഒരാളെ വ്യക്തിഹത്യ ചെയ്യുന്നത് തെറ്റാണ്, ഇത് ശരിയല്ല ഈ ചെയ്യുന്നത്. എന്തെങ്കിലും നമുക്ക് പറയാനുണ്ടെങ്കിൽ അൻസിബയല്ല ആരായാലും അമ്മ എന്ന് പറയുന്ന അസോസിയേഷന്റെ തലമുത്ത കുറച്ച് നല്ല ആൾക്കാരുണ്ട്, ബഹുമാനിക്കേണ്ട ആൾക്കാരുണ്ട്. ലാലേട്ടൻ, മമ്മൂക്ക, ഇങ്ങനെയുള്ള കുറെ ആളുകളുണ്ട്. അവരെ പ്രതിയെങ്കിലും ഇതുപോലെ അമ്മയെ ഇതുപോലെ വൃത്തികേടായി സംസാരിച്ച്. അപ്പൊ അതാണ് പ്രശ്നം. ഇത് പുറത്ത് പറയാൻ പാടില്ലായിരുന്നു. പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലാണ് പറയേണ്ടത്, അല്ലാതെ മീഡിയയോടല്ല. ആരോപണ വിധേയനായ വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ ടിനി ടോമിനെ കുറിച്ച് ഞങ്ങൾക്കാർക്കും മോശം അഭിപ്രായമൊന്നുമില്ല. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം പരാതി പറഞ്ഞ സ്ത്രീയായ അൻസിബയുടെ ഭാഗത്താണ് പ്രശ്നമെന്നാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതിനെയാണ് കൃത്യമായിട്ട് വിക്ടിം ബ്ലെയിമിംഗ് അല്ലെങ്കിൽ ഇരയെ കുറ്റപ്പെടുത്തൽ എന്ന് പറയുന്നത്. ഒരു സ്ത്രീ തനിക്ക് നേരിട്ട അപമാനത്തെക്കുറിച്ച് പറയുമ്പോൾ അത് സത്യമാണോ എന്ന് അന്വേഷിക്കുന്നതിന് മുൻപ് അയാൾ നല്ലവനാണ്, പരാതി പറഞ്ഞവൾക്കാണ് കുഴപ്പം എന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കുവാൻ ഇവർക്കൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാകാത്തത്. അൻസിബ അത് മീഡിയയോട് പറഞ്ഞതാണ് തെറ്റെന്നാണ് പ്രിയങ്ക കണ്ടെത്തിയിരിക്കുന്നത്.
പിന്നെ എവിടെയായിരുന്നു ഇത് പറയേണ്ടത്? സംഘടനയ്ക്കുള്ളിൽ. അല്ല, സംഘടനയ്ക്കുള്ളിൽ പറഞ്ഞാൽ നീതി കിട്ടുമോ? അതിനുള്ള മറുപടി പറയേണ്ടത് നമ്മളല്ല, സംഘടനയാണ്. അല്ലെങ്കിൽ സംഘടനയുടെ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന വ്യക്തികളാണ്. അല്ലെങ്കിൽ പ്രസിഡന്റാണ് മറുപടി പറയേണ്ടത്. അപ്പോൾ പ്രസിഡന്റ് എന്താ പറയുന്നതെന്നൊന്ന് കേട്ടു നോക്കാം. ജാനുവരിയിൽ ഞാൻ ഇപ്പോൾ അവർ അൻസിബേൻ്റെ എല്ലാം മെയിൽസ് നോക്കണ്ടായിരുന്നു. അപ്പോൾ ജാനുവരിയിൽ വേറെ ഒരു EC മെമ്പറിൻ്റെ എതിരായിട്ട് അൻസിബ ഒരു കംപ്ലയിൻറ്റ് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദാറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ടിനി ടോമിൻ്റെ മുകളിലല്ല, അത് വേറെ ഒരു EC മെമ്പറിൻ്റെ മുകളിലാണ്. പക്ഷേ അന്ന് എന്നെ ഫോണിൽ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് അമ്മേൻ്റെ ഒരു ഇതിലല്ല വരുന്നത്. ബിക്കോസ് ആ കംപ്ലയിൻറ്റ് വാസ് ബിറ്റ്വീൻ ബോത്ത് ഓഫ് ദം. അതൊരു പേഴ്സണൽ. ഇപ്പോൾ ഞാനിവിടുന്ന് പുറത്ത് പോയിട്ട് എൻ്റെ ഒരു EC മെമ്പറിൻ്റെ ഇടയിൽ എനിക്കൊരു പേഴ്സണലായ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് അമ്മയുടെ പ്രോബ്ലം അല്ല, അത് എൻ്റെയും ആ വ്യക്തിൻ്റെ ഇടയിലുള്ള പ്രോബ്ലമാണ്. അപ്പോൾ ആ ഒരു കാര്യം നടന്നിട്ടുണ്ട്. അത് ജാനുവരിയിൽ ആ കുട്ടി 3 കംപ്ലയിൻറ്റ്സ് തന്നിട്ടുണ്ടായിരുന്നു. അത് ആ ഒരു വ്യക്തിൻ്റെ ഇതിൽ അത് അവർ കംപ്ലയിൻറ്റ് പോലീസ് സ്റ്റേഷനിൽ പോയാലും അത് അവരുടേതായ പേഴ്സണൽ രീതിയിൽ ആ കംപ്ലയിൻറ്റ് നടക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അന്ന് നടന്നിട്ടുണ്ട്. പ്രസിഡന്റ് പറഞ്ഞത് കേട്ടല്ലോ. ഇതാണ് ഈ കഥയിലെ ഏറ്റവും വലിയ കോമഡി, അല്ലെങ്കിൽ ഏറ്റവും വലിയ ദയനീയാവസ്ഥ. സംഘടനയുടെ പ്രസിഡന്റ് നൽകിയ വിശദീകരണം കേട്ടാൽ ഏതൊരു സാധാരണക്കാരനും മൂക്കത്ത് വിരൽ വെച്ചു പോകും. സംഘടനയുടെ പ്രസിഡന്റ് പറയുന്നത് ഈ പെൺകുട്ടി മുൻപും ഇതുപോലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ചിലർക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട സ്ഥലമല്ല സംഘടനയെന്ന്. ഇതൊക്കെ അവരുടെ വ്യക്തിപരമായ പ്രശ്നങ്ങളാണ്. രണ്ടാൾക്കാർ തമ്മിൽ വ്യക്തിപരമായി സംസാരിച്ച് തീർക്കണം. ഇത് സംഘടനയിൽ എടുക്കേണ്ട ആവശ്യമില്ല. ഇതിലെ വൈരുദ്ധ്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഒരു നടി പറയുന്നു പ്രശ്നം സംഘടനയ്ക്കുള്ളിലാണ് പറയേണ്ടത്, മീഡിയയോടല്ല. സംഘടനയുടെ പ്രസിഡന്റ് പറയുന്നു ഇത് സംഘടനയിൽ ചർച്ച ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, വ്യക്തിപരമായി തീർക്കണമെന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പെൺകുട്ടി ഇനിയിപ്പോൾ എവിടേക്കാണ് പോകേണ്ടത്? സംഘടനയ്ക്കുള്ളിൽ പറഞ്ഞാൽ അത് വ്യക്തിപരം എന്ന് പറഞ്ഞ് തള്ളിക്കളയും. പുറത്തു പറഞ്ഞാൽ സംഘടനയെ അപമാനിച്ചു എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തും. ചുരുക്കത്തിൽ പരാതിയുമായി വരുന്ന സ്ത്രീക്ക് മുന്നിൽ എല്ലാ വാതിലുകളും കൊട്ടിയടയ്ക്കുക, ആരോപണ വിധേയനായ പുരുഷന് പൂർണ്ണ സംരക്ഷണം നൽകുക. ഇതാണ് ഇവിടെ നടക്കുന്നത്. അമ്മ എന്ന സംഘടനയോടുള്ള ബന്ധത്തിൽ ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല. ഇത് തന്നെയാണ് ഈ സംഘടനയുടെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളോടുമുള്ള നിലപാട്. വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചിയിൽ ഒരു നടി ആക്രമിക്കപ്പെട്ടപ്പോൾ ഈ സംഘടന സ്വീകരിച്ച നിലപാട് എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അന്ന് ഇരയ്ക്കൊപ്പം നിൽക്കുന്നതിന് പകരം വേട്ടക്കാരനെ സംരക്ഷിക്കാനായിരുന്നു ഈ സംഘടനയുടെ താല്പര്യം. അതിൽ പ്രതിഷേധിച്ചാണ് സിനിമാ മേഖലയിലെ സ്ത്രീ കൂട്ടായ്മയായ WCC രൂപീകരിക്കപ്പെട്ടത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുവാൻ കാരണമായതും ഇത്തരം അവഗണനകളാണ്. എന്നിട്ടും ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും അമ്മ എന്ന സംഘടനയുടെ മനോഭാവത്തിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? ഇല്ല എന്ന് തന്നെയാണ് ഈ സംഭവം തെളിയിക്കുന്നത്. ഈ പെൺകുട്ടി മുൻപും ചില പരാതികൾ സംഘടനയ്ക്ക് നൽകിയിട്ടുണ്ട് എന്ന് പ്രസിഡന്റ് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അവൾക്ക് തുടർച്ചയായി ഇവിടെ വേട്ടയാടലുകൾ നേരിടേണ്ടി വരുന്നു എന്നുള്ളതല്ലേ? അതിന് പരിഹാരം കാണേണ്ട സംഘടന ആ പരാതിക്കാരിയെ ഒരു ശല്യക്കാരിയായിട്ട് ചിത്രീകരിക്കുവാനാണ് ശ്രമിക്കുന്നത്. ഈ ജിഹാദി എന്ന വാക്കോ മതപരിവർത്തന ആരോപണമോ ഒക്കെ നിലവിലെ സാമൂഹിക സാഹചര്യത്തിൽ ഒരു വ്യക്തിയെ പൂർണ്ണമായും തകർക്കുവാൻ ഉപയോഗിക്കാൻ പറ്റുന്ന ആയുധങ്ങളാണ്. അത് സ്വന്തം കമ്മിറ്റിയിലെ ഒരു അംഗം മറ്റൊരംഗത്തിനെതിരെ ഉപയോഗിച്ചു എന്ന് വരുമ്പോൾ സംഘടന സ്വീകരിക്കേണ്ട ഗൗരവം ഇതല്ല. ഇത് ഗുരുതരമായൊരു പ്രശ്നമാണ്. അതിനെ അതേ ഗൗരവത്തോടു കൂടി കണ്ട് അതിൻ്റെ മേൽ ഉടനടി നടപടിയെടുക്കുകയാണ് സംഘടന ചെയ്യേണ്ടത്. അതിനുള്ള ആർജവും ഇല്ല എന്നുണ്ടെങ്കിൽ ആ സ്ഥാനത്തു നിന്ന് നിങ്ങൾ ഇറങ്ങിപ്പോകണം. ഹേ, പ്രിയങ്ക മാധ്യമങ്ങളുടെ മുൻപിൽ വന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതും ഒന്ന് കേട്ടു നോക്കിയേ. അമ്മ എന്ന് പറഞ്ഞ അസോസിയേഷനിൽ തീർക്കാവുന്ന അമ്മയെ തീർക്കണം. ഇതുപോലെ മാധ്യമങ്ങളുടെ ഇടയിലും പോയി പറയാനാണ് ഞങ്ങൾക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. ഞങ്ങൾ അതൊന്നും പറയാൻ തീരുമാനിച്ച ആൾക്കാരല്ല. കൊള്ളാം. അപ്പോൾ പറയാനാണെന്നുണ്ടെങ്കിൽ ധാരാളം കാര്യങ്ങൾ അതിനകത്ത് നടക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ പറയാതെ സഹിച്ചങ്ങ് പോവുകയാണ് എന്നർത്ഥം. ഇനി അടുത്തത് പ്രസിഡന്റിന്റെ മറ്റൊരു കോമഡി കൂടിയുണ്ട്. നമ്മുടെ ഇതിൽ ഒരുപാട് എല്ലാ മീറ്റിങ്ങിലും ഒരുപാട് അടിപിടി നടക്കാറുണ്ട്. അതിന് ഒരു കുറവുമില്ല. സർവത്ര അടിയും മേളവുമാ. നേരെ നോക്കിയാൽ കീരിയും പാമ്പുമാണ് സകലതും. പക്ഷെ പേര് കൊണ്ട് അമ്മ. ദയവ് ചെയ്ത് ഈ അമ്മ എന്നുള്ള പേര് മാറ്റിയിട്ട് പകരം കുഞ്ഞമ്മയെന്നോ അമ്മായിയമ്മയെന്നോ ആക്കണം. ആ പേരുകളൊക്കെ ഈ സംഘടനയ്ക്ക് ഇണങ്ങത്തുള്ളൂ. കാരണം അമ്മ എന്ന വാക്കിന് വളരെയധികം മൂല്യങ്ങളുണ്ട്, പവിത്രതയുണ്ട്. ദയവ് ചെയ്ത് ആ പദത്തെ നിങ്ങൾ അപമാനിക്കരുത്. അമ്മ എന്ന വാക്ക് ഉപയോഗിക്കുവാൻ യാതൊരു അർഹതയും നിങ്ങൾക്കില്ല എന്നുള്ളതാണ് ഈ പറഞ്ഞു വെക്കുന്നത്. അല്ലെങ്കിൽ തന്നെ പുറം ലോകത്തിന്റെ മുമ്പിൽ പറയാൻ പാടില്ലാത്തതും ചർച്ച ചെയ്യാൻ പാടില്ലാത്തതുമായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഇതിനകത്ത് നടക്കുന്നുണ്ട് എന്ന് അതിലെ ഒരു താരം തന്നെ പുറം ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ സത്യത്തിൽ ഈ സുന്ദരന്മാരുടെ മുഖംമൂടികളൊക്കെ വലിച്ചു കീറപ്പെടുകയല്ലേ.
പ്രിയങ്ക ഒരു ആവേശത്തിന് അടിച്ചു വിട്ടതാണെങ്കിലും അതൊരു സെൽഫ് ഗോൾ ആയിരുന്നു എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. ചുരുക്കത്തിൽ വലിയ ജനാധിപത്യം പറയുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സംഘടന സ്വന്തം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ഒരു വനിതാ അംഗത്തിന് സുരക്ഷിതത്വവും നീതിയും ഉറപ്പാക്കുവാൻ പറ്റാത്ത ഒരു ഗതികെട്ട അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. അധികാരം എപ്പോഴും ശക്തരായ പുരുഷന്മാർക്കും അവരെ താങ്ങി നടക്കുന്നവർക്കും ഒപ്പമേ നിൽക്കൂ എന്ന പ്രഖ്യാപനമാണ് ഈ പ്രസ്താവനകൾ കൂടി വരുന്നത്. ഈ താരസംഘടനയിലെ പുരുഷ മേധാവിത്വം അവസാനിപ്പിച്ചിട്ട് സെക്രട്ടറി, പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പ്രധാന തസ്തികകളിലെല്ലാം സ്ത്രീകൾ കയറി കൂടിയപ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടിയായിരുന്നു കുറഞ്ഞപക്ഷം സ്ത്രീകളെങ്കിലും അമ്മയിലേക്ക് നോക്കിക്കൊണ്ടേയിരുന്നത്. എന്നാൽ എല്ലാവരെയും നിരാശപ്പെടുത്തിയിരിക്കുകയാണ് ശ്വേതാ മേനോൻ ഉൾപ്പെടെയുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി. അത്തരമൊരു സാഹചര്യത്തിൽ ഈ കമ്മിറ്റിയിൽ നിന്നും അൻസിബ ഹസൻ രാജിവെച്ചത് വളരെ ശരിയായ തീരുമാനം തന്നെയാണ്. കാരണം നീതി ലഭിക്കാത്ത, അന്തസ്സോടെ ജീവിക്കാൻ അനുവദിക്കാത്ത ഒരിടത്ത് തുടരുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കൂടുതലൊന്നും പറയാനില്ല. ഇവിടെ നമ്മൾ ചോദിക്കേണ്ട ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ട്. സംഘടനയ്ക്കുള്ളിൽ പരാതി പറയണം എന്ന് പറഞ്ഞ പ്രിയങ്ക ശ്വേതാ മേനോൻ റബ്ബർ സ്റ്റാമ്പ് അല്ല എന്നാണല്ലോ വ്യക്തമാക്കിയത്. എന്നാൽ ശ്വേതാ മേനോൻ പറഞ്ഞ അഭിപ്രായത്തോട് പ്രിയങ്ക യോജിക്കുന്നുണ്ടോ? അടുത്തത്, സിനിമയിലെ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് വാദോരാതെ സംസാരിക്കുന്ന മുൻനിര നായകന്മാർ പലരുമുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഈ വിഷയങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ മൗനം പാലിക്കുന്നത്? ഈ വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? മമ്മൂക്കയും ലാലേട്ടനും ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് ഇതിന് മറുപടി പറയേണ്ടത്. സംഘടനയുടെ ഈ നിലപാട് അത് ശരിയാണോ? അതോ ആ പെൺകുട്ടിക്ക് ഇവിടെ നീതി നിഷേധിക്കപ്പെടുകയാണോ ചെയ്യുന്നത്? മറുപടി പറയാൻ ആരും വരില്ല എന്ന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് എന്താണ് അഭിപ്രായം? നിങ്ങളുടെ പ്രതികരണങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും അത് നിങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യണം. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും വരാം. നന്ദി.